2026ന്റെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലെ. അപ്പൊ എനിക്കറിയാം എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലപോലെ എക്സാം എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. കാരണം ഒരുപാട് PYQ നമ്മൾ ഏകദേശം 2 ലൈവുകളിലായിട്ട് 2 അല്ല 3 ലൈവുകളിലായിട്ട് 550ൽ പരം PYQs ആണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പം ഈ PYQs തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പലപ്പോഴും ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള PYQ ഈ വർഷവും എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം വളരെ എളുപ്പമായിട്ട് എന്റെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബയോളജി എക്സാം പേപ്പർ എന്ത് ചെയ്യാം, ഒന്ന് പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാം. നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ബോട്ടണി ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം 49 ക്വസ്റ്റ്യൻസ് ആണ് ബോട്ടണിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒരു ഡിഫിക്കൽട്ടി റേഞ്ച് എന്ന് പറയുന്നത് ഒരു ആവറേജ് ആണ്, ആവറേജ് പേപ്പർ ആണ് ബോട്ടണി പേപ്പർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈസി തന്നെയാണ്, ആവറേജ് അതായത് ഈസി സൈഡിലോട്ട് പോകുന്ന ഒരു ആവറേജ് പേപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് പേഴ്സണലി തോന്നിയത്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ന് തന്നെയാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എത്ര ശതമാനം ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എൻറ്റയർ ക്വസ്റ്റ്യൻസിൽ ഏകദേശം 45% ക്വസ്റ്റ്യൻസും ഈസി ആയിരുന്നു. ഏകദേശം ഒരു 37% മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആൻഡ് എന്താണ്, വെറും 18% ക്വസ്റ്റ്യൻസ് മാത്രമേ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി എന്താണ്, നമ്മൾ അടുത്തൊരു അനാലിസിസ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടണിയിൽ ഏതാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് ബയോഡൈവേഴ്സിറ്റി എന്ന 10ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, മോർഫോളജി, മോളിക്കുലാർ ബേസിസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്ര ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം വന്നിട്ടില്ല. 4 ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. എക്കോസിസ്റ്റം, ഫോട്ടോസിന്തസിസ്, പ്ലാന്റ് ഗ്രോത്ത്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, ഇതിൽ നിന്നെല്ലാം 3 ക്വസ്റ്റ്യൻസ് വീതമാണ് വന്നിട്ടുള്ളത്. എനാട്ടമിയിൽ നിന്ന് 2, റെസ്പിറേഷൻ 2, മൈക്രോബ്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ്, സെൽ സൈക്കിൾ, സെൽ ഡിവിഷൻ, പ്ലാന്റ് കിങ്ഡം, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ലിവിംഗ് വേൾഡിൽ നിന്ന് ഇപ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ജനറലി ലിവിംഗ് വേൾഡിൽ നിന്ന് അവർ ക്വസ്റ്റ്യൻസ് ഇടാറില്ല, പക്ഷേ ഇപ്രാവശ്യം എന്താണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഏകദേശം എന്താണ് നമ്മുടെ ബോട്ടണിയുടെ അനാലിസിസ് എന്ന് പറഞ്ഞ് നമുക്ക് ഓർത്തിരിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ +2 എടുക്കുന്ന സമയത്തും +1 എടുക്കുന്ന സമയത്തും ഇത്രയും ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു 17 ചാപ്റ്റേഴ്സിൽ നിന്ന് 49 ക്വസ്റ്റ്യനിൽ നിന്ന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്ന ചാപ്റ്റർ ഏതാണെന്നുള്ളത് എന്റെ കുട്ടികൾ ഓർത്തിരിക്കുക, ജെനറ്റിക്സ് ആണ് കേട്ടോ, ജെനറ്റിക്സ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് സുവോളജിയുടെ കേസാണ്. ബോട്ടണി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സുവോളജി നമ്മൾ നോക്കുന്ന സമയത്ത് 41 ക്വസ്റ്റ്യൻ ആണ് സുവോളജിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒരു ആവറേജ് ഡിഫിക്കൽട്ടി എന്താണ്, ഏകദേശം 2 റേഞ്ച് തന്നെയാണ്, 1.75 അല്ലെങ്കിൽ ഒരു ആവറേജ് പേപ്പർ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് പേപ്പർ ആണ്. ഏകദേശം 36% ക്വസ്റ്റ്യൻസും എന്താണ് ഈസി ആയിരുന്നു. 56% ക്വസ്റ്റ്യൻസും മീഡിയം ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വെറും 7% മാത്രമേ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഹാർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഹാർഡ് ക്വസ്റ്റ്യൻസ് വളരെയധികം കുറവാണ് സുവോളജിയിൽ. സുവോളജിയിൽ വന്നിരിക്കുന്ന എല്ലാം എന്താണ്, നല്ല എളുപ്പമുള്ള ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ചാപ്റ്റർ വൈസ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത് ഏതിൽ നിന്നാണ്, ബയോമോളിക്യൂൾസ് ആണ്. ബയോമോളിക്യൂൾസിൽ തന്നെ എൻസൈംസിൽ നിന്നും പ്രോട്ടീനിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി ബയോടെക്നോളജി, പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്സിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ആനിമൽ കിങ്ഡം, ബയോടെക്നോളജി, അപ്ലിക്കേഷൻ, എവല്യൂഷൻ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, ബ്രീതിങ് എക്സ്ചേഞ്ച്, ലോക്കോമോഷൻ, ഇതിൽ നിന്നൊക്കെ എന്താണ് 3 ക്വസ്റ്റ്യൻസ് വീതമാണ് വന്നിട്ടുള്ളത്. റൈറ്റ്, അടുത്ത നോക്കിക്കോളൂ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണെങ്കിലും, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആണെങ്കിലും, ബോഡി ഫ്ലൂയിഡ്സ് ആണെങ്കിലും, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണെങ്കിലും, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആണെങ്കിലും ഒക്കെ ഈ 2 ക്വസ്റ്റ്യൻ വീതമാണ് വന്നിട്ടുള്ളത്. കെമിക്കൽ കോർഡിനേഷൻ എന്ന ഒറ്റ ക്വസ്റ്റ്യനെ വന്നിട്ടുള്ളൂ. ന്യൂറൽ കൺട്രോളിൽ നിന്നും ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഇന്നത്തെ ഈ ഒരു പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. കമ്പാരിറ്റീവ്ലി എന്താണ്, ജെനറ്റിക്സ് ആൻഡ് ബയോടെക്നോളജി യൂണിറ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യത്തെ എക്സാമിൽ നമ്മൾ വെയിറ്റേജ് കണ്ടിട്ടുള്ളത്. ജെനറ്റിക്സിലത്തെ 2 ചാപ്റ്ററും ബയോടെക്നോളജിയിലത്തെ 2 ചാപ്റ്ററിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഞെട്ടിച്ചത് എന്താണ്, ബയോഡൈവേഴ്സിറ്റി ആണ്. ബയോഡൈവേഴ്സിറ്റിയിൽ 5 ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം ചോദിച്ചു എന്നുള്ളതാണ് ഒരു പുതുമ പറയാനായിട്ടുള്ളത്. ക്ലിയർ അല്ലേ?
അപ്പം ഇത്രയുമാണ് എൻ്റെ കുട്ടികൾ ഓർത്തിരിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഫൈനൽ പേപ്പർ അനാലിസിസ് എന്ന് പറയാനായിട്ടുള്ളത്. ഏകദേശം എന്താണ് ഒരു മീഡിയം റേഞ്ചിലുള്ള, എന്നാൽ എനിക്ക് തോന്നുന്നു ഈസിനോട് ചാഞ്ഞു നിൽക്കുന്ന ഒരു മീഡിയം റേഞ്ച് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു നല്ല പേപ്പർ ആയിരുന്നു ബയോളജി പേപ്പർ. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ കുട്ടികൾക്ക് എന്താണ് 360 ഔട്ട് ഓഫ് 360 കിട്ടുന്നുണ്ടാകും. അത്രയ്ക്ക് എളുപ്പമുള്ള പേപ്പർ ആയിരുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. നല്ല സൂപ്പർ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇനി റിസൾട്ടിനെ വെയിറ്റ് ചെയ്യാണെന്ന് അറിയാം. ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ യെസ്, ദിസ് ഇസ് മീ ആരതി സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.